എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു. മോസ്റ്റ് റെസ്പെക്റ്റഡ് പേഴ്സൺ ഓൺ ദ ഡയസ്, ജോൺസൺ വാഴപ്പള്ളി അച്ഛൻ CMI. കഴിഞ്ഞ എത്ര വർഷങ്ങൾ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് വർഷത്തെ സൗഹൃദം ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. ഇന്ന് ആ ഫിലിപ്പ് അഗസ്റ്റിൻ്റെ ഏഷ്യയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഡോക്ടറേക്കാൾ മിടുക്കനായ അദ്ദേഹത്തിൻ്റെ മകൻ ആബി ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ഫിലിപ്പ് അഗസ്റ്റിൻ എന്നറിയപ്പെടുന്ന അതേ ഇതിലുള്ള അതിനേക്കാൾ കഴിവുള്ള മകൻ, ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന മകൻ ആബി, അശ്വതി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇൻക്ലൂഡിങ് മെഡിക്കൽ ഡയറക്ടർ, എനിക്ക് അഭിമുഖമായിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ്, ഫാദേഴ്സ്, അതർ റെസ്പെക്റ്റഡ് പേഴ്സൺസ്, എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് 12-ാം തീയതി തന്നെ ഇത് ചെയ്യണം, ജൂൺ 12-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഡയബറ്റിക് ഡേ അല്ലെങ്കിൽ മറ്റ് ദിസ് ഇസ് ഫൈൻ, മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ഫാറ്റി ലിവർ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്, അതാണ് ജൂൺ 12-ാം തീയതി. അന്ന് തന്നെ ചെയ്തു തന്നാൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ തീർച്ചയായിട്ടും വരാം ഡോക്ടർ. കാരണം കഴിഞ്ഞ സിനിമയിലെത്തി 37 വർഷക്കാലം പലതരത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അസുഖം, അതായത് ഏകദേശം ഒരു 160% ആളുകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിൻ്റെ അതിൻ്റെ ഒരു നല്ല ഒരു കൂട്ടായ്മയോടുകൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ്, ഏറ്റവും സന്തോഷകരമായിട്ട്. ഇത് ഏകദേശം എന്നിൽ ഏൽപ്പിച്ച ശേഷം ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റൊക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് എന്നെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം, ജയറാം ഈ ഫാറ്റി ലിവറിൻ്റെ എന്തോ ഒരു ഫംഗ്ഷൻ രാജഗിരിയിൽ പോയി, ഞാൻ പറഞ്ഞു അതേ പോകുന്നത് എൻ്റെ ഇനാഗ്രേഷൻ, അതിൻ്റെ എങ്ങനെയാണെന്ന് ഒന്നും ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കും, ഉണ്ട്, എൻ്റെ അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്, എൻ്റെ സഹോദരന്മാർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത് എല്ലാവർക്കും കയ്യട്ടിച്ച് അത്രയും പ്രോത്സാഹിപ്പിക്കാവുന്നൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ദിവസം. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എനിക്കൊരു അപകടമുണ്ടായാൽ, എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമുണ്ടായാൽ, ഒരു പക്ഷേ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛന് കൊടുക്കുകയും ചോദിക്കുമ്പോൾ മാനസികമായി ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അവനതിന് തയ്യാറാവുമായിരിക്കും, പക്ഷേ പ്രായവും എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറഞ്ഞത്. എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്നു, അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് രാജഗിരി ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ, അതിൻ്റെ ഒരു ഗുഡ് വിൽ അംബാസഡറായിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു. എൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് മറ്റൊരാൾക്കത് ഗുണപ്രദമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അതെന്തെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ ഒപ്പിട്ട് തരാം. അത് ഇതിനൊരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവും ഡോക്ടർ. താങ്ക് യു.
നേരത്തെ പറഞ്ഞ പോലെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിട്ടുള്ള ആബേൽ അച്ഛൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഒരുപാട് വർഷം അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലാഭവനിൽ ഞാനുള്ള കാലത്ത് ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല. അന്ന് കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേറെ ആരും ചെയ്യേണ്ട, എനിക്ക് ജയറാം ചെയ്താൽ മതി എന്നാണ് ആബേൽ അച്ഛൻ എപ്പോഴും പറയുക. പ്രത്യേകിച്ച് കലാഭവൻ ഒരു സ്കൂൾ തുടങ്ങി. ആ കാലഘട്ടത്തിൽ സ്കൂൾ തുടങ്ങുമ്പോൾ കലാഭവൻ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ആരായിരിക്കണം തറക്കല്ലിടുന്നത് എന്നുള്ളത് വലിയ തർക്കമായിരുന്നു. അവിടെ യേശുദാസ് വരണമെന്ന് പലരും പറഞ്ഞു, എം എസ് സുബ്ബലക്ഷ്മിയെ കൊണ്ടുവരണം, കമലഹാസനെ കൊണ്ടുവരണം, അങ്ങനെ പലരും ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ആബേൽ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേറെ ആരും വേണ്ട, ജയറാം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈ കൊണ്ടാണ് ആ സ്കൂളിന് വരെ ഞാൻ തറക്കല്ലിട്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. പിന്നെ ഫാദർ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പെരുമ്പാവൂർ. ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല, ഇന്ന് കാണുന്ന പെരുമ്പാവൂർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത്. അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു. അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകളും വീടുകളും. എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു ഫ്ലറിഷ്ഡായിരുന്നു അവിടെ. ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ്. എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളും തിരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. പണ്ടുണ്ടായിരുന്ന വയലുകളോ പറമ്പുകളോ ഗ്രാമാന്തരീക്ഷമോ ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. പ്ലൈവുഡ് ഫാക്ടറികളാണ് പല സ്ഥലത്തും കാണുന്നത്. എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് സ്നേഹിക്കുകയും വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു സമയമാണ് അവധിക്കാലം. ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്ന 2 മാസത്തെ വേനലവധി. പക്ഷേ ഇന്ന് വരേക്കും വേനലവധി കുട്ടികളുടെ കൂടെ ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ. അതെന്തോ എൻ്റെ ഒരു തലരീതിയായിരുന്നു. ആ 2 മാസം ഞാൻ ആശുപത്രിയിലായിരിക്കും. അത് എങ്ങനെയാണ് കൃത്യമായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. പെരുമ്പാവൂർ ഒരു ട്രാവൻകൂർ റയോൺ ഫാക്ടറി ഉണ്ടായിരുന്നു. അതിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തത്. ഫാദറോട് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസിൻ്റെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ദ ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളെല്ലാം, ഓപ്പറേഷൻ തിയേറ്ററും ഇതെല്ലാം. അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ വരുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം FRCS ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് നേരെ അവിടെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ പെരുമ്പാവൂരിലൊക്കെ വലിയ സംസാരമായിരുന്നു, ഇത്രയും വലിയ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈ അവധിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലയിൽ കയറുമല്ലോ. എൻ്റെ വീടിൻ്റെ മാവിൻ്റെ മുകളിലൊരു കാക്ക കൂട് കൂട്ടുന്നു. ഞാൻ അത് തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാനൊന്ന് 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, കാക്കയുടെ മുട്ടയുടെ കളർ എന്തായിരിക്കും ചോദിച്ചു. അതെന്തായിരിക്കും അതെന്തായാലും അറിയണം എന്നുള്ള ആഗ്രഹം മൂത്ത് ആ മാവിൻ്റെ മുകളിൽ കൂടെ കയറി 3ാമത്തെ നില എന്ന് വേണമെങ്കിൽ പറയാം. 3 കമ്പുകൾ കയറി മേളിൽ കയറിയപ്പോഴാണ് ഈ കാക്കകൾ മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി മുകളിൽ നിന്ന്. ഇതിൻ്റെ കൊത്തും എല്ലാം കൂടി കഴിഞ്ഞ് ഈ കൂടിൽ നോക്കി മുട്ട നോക്കുമ്പോഴത്തേക്ക് ആ 3 കൊമ്പുകളും ഒടിഞ്ഞ് ഞാൻ നേരെ വന്ന് താഴെ വീണ് ഇതിനടിയിൽ കൂടെ ഒരു കമ്പ് കയറി ഇതിൻ്റെ മുകളിൽ കൂടെ പോയി. അങ്ങനെ ഡോക്ടർ രാമസ്വാമിയുടെ ആദ്യത്തെ പേഷ്യൻ്റായിട്ട് ഞാൻ അവിടെ നേരെ മുമ്പിൽ FRCS കഴിഞ്ഞ് വന്ന് 2 മാസം മുഴുവൻ സ്റ്റിച്ചുമായിട്ട് അവിടെ കിടന്നു. അടുത്ത അവധിക്ക് ഇത്